ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു Vinisdine. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് എഗ് മസാല നൂഡിൽസ് ആണ്. ഇതിനായിട്ട് ഏത് നൂഡിൽസ് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഒരു പോർഷൻ നൂഡിൽസ് ആണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. അതൊന്ന് വെള്ളത്തിലിട്ട് വേവിച്ചെടുക്കുകയാണ്. വേവിച്ച് ഞാനിത് ഊറ്റിയാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് ബ്രാൻഡ് വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ ടോപ്പ് റാമനാണ് എടുത്തേക്കുന്നത്. ഒരു പോർഷൻ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇപ്പോഴത്തെ അടുപ്പിൽ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അത് ചൂടായി വന്നപ്പോൾ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഇട്ട് കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ വേണമെന്നില്ല, ബട്ടറോ നെയ്യോ എന്താ നിങ്ങളുടെ ഇഷ്ടമുള്ള പോലെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അത് എണ്ണ ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്തു. അതൊന്ന് മൂത്ത് വന്നപ്പോൾ ഒരു പകുതി സവാള കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തു. ഒരു പച്ചമുളകും ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ അതൊന്ന് വഴണ്ട് വന്നു കഴിഞ്ഞപ്പോൾ ഒരു തക്കാളി ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ചെറിയൊരു തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ സവാളയും പച്ചമുളകും തക്കാളിയും എല്ലാം ഒന്ന് വഴണ്ട് വരട്ടെ. ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, ലേശം മതി. കാരണം മസാല ഞാൻ ചേർക്കുന്നുണ്ട്, അതിന് പാക്കറ്റിലുള്ള അതിന് ഉപ്പുണ്ടല്ലോ, അതുകൊണ്ട് അത് നോക്കിയിട്ട് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ നൂഡിൽസ് റെഡിയായി വന്നിട്ടുണ്ട്. അത് ഞാനൊന്ന് ഊറ്റിയെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ സവാളയും തക്കാളിയും എല്ലാം വഴണ്ട് വന്നു. അപ്പോൾ അതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തു. ഇനി നമുക്കതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. മുട്ട പൊട്ടിച്ചു അതിലേക്ക് ഞാൻ നമ്മുടെ പാക്കറ്റിൽ കിട്ടുന്ന ആ മസാലയുടെ പകുതി ചേർക്കുന്നുള്ളൂ. എനിക്ക് അത്രയും മതിയാവും, അതുകൊണ്ടാണ് ഞാൻ അത്രയും ചേർക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫുൾ പാക്കറ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് നിങ്ങൾ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല, ഈ പാക്കറ്റിൽ നല്ല ഉപ്പുണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്യുക. ഇനി ഇത് മുട്ട നമുക്കൊന്ന് നന്നായിട്ട് സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം. ഇത് മുട്ടയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന നൂഡിൽസ് ആഡ് ചെയ്ത് കൊടുക്കാം. നൂഡിൽസ് ഇട്ട് നന്നായിട്ട് ഇളക്കി മിക്സാക്കി എടുക്കണം. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇതപ്പോൾ നമ്മുടെ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അതാ ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള നൂഡിൽസ് ഇവിടെ റെഡിയായി വന്നിരിക്കുകയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, എന്തായാലും ഇഷ്ടമാവും. വീണ്ടും നല്ല വീഡിയോയുമായി കാണാം. സ്റ്റേ സേഫ്, സ്റ്റേ ഹാപ്പി. ബൈ ബൈ.